മനുഷ്യരാശിയുടെ തുടക്കം മുതൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ജീവിക്കാനും അവരുമായി ആശയവിനിമയം നടത്താനും ആഗ്രഹിച്ചിരുന്നു. ഏദെൻ തോട്ടത്തിൽ വൈകുന്നേര സമയങ്ങളിൽ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വരികയും ആദാം ഹവ്വമാരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ദൈവം ഇസ്രായേലുമായി ഉടമ്പടി ചെയ്തപ്പോൾ അവരോട് വാഗ്ദാനം ചെയ്തതത്രേ ലേവ്യാപുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. ഇസ്രായേലർ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ചപ്പോൾ ദൈവം പറഞ്ഞു, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരമുണ്ടാക്കണം. അങ്ങനെ ദൈവം പറഞ്ഞ മാതൃക പ്രകാരമുണ്ടാക്കിയ സമാഗമന കൂടാരത്തിൽ ദൈവം അധിവസിച്ചു. തുടർന്ന് ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്ത് പാർത്തപ്പോൾ ദൈവം പറഞ്ഞതനുസരിച്ച് ശലോമോൻ പണി കഴിപ്പിച്ച യെരൂശലേം എന്ന ദേവാലയത്തിൽ ദൈവം വാസം ചെയ്തു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യം. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു പുതിയ വിധത്തിൽ പ്രകടമായി. തിരുവചനം പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി കർത്താവായ യേശു നമ്മുടെ ഇടയിൽ പാർത്തു. യേശു കർത്താവിൻ്റെ മറ്റൊരു പേരത്രയും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ഇന്ന് ഈ പരിശുദ്ധാത്മ യുഗത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒത്തുകൂടുന്ന വിശ്വാസികളുടെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ൽ നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി നാം മറ്റൊരിടത്തും പോകേണ്ടതില്ല, അത് നമ്മിൽ തന്നെയുണ്ട്. നാം അത് അനുഭവിച്ചറിയുക. ദൈവം നമ്മെ ഓരോരുത്തരെയും തനിക്ക് വസിക്കുവാനായുള്ള മന്ദിരമായി കണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് നിർബന്ധമായുള്ള ഒരു കാര്യമെന്നത് ഈ മന്ദിരം വിശുദ്ധമായിരിക്കണം. അതിലൊരു കോംപ്രമൈസ് അഥവാ വിട്ടുവീഴ്ച ദൈവം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദൈവം നമ്മിൽ പ്രതീക്ഷിക്കുന്ന വിശുദ്ധിയുടെ മാനദണ്ഡം ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. നമുക്കെല്ലാവർക്കും വിശുദ്ധൻ, വിശുദ്ധ എന്നീ ലേബലുകളുണ്ട്. എന്നാൽ തികഞ്ഞ വിശുദ്ധി നമുക്കാർക്കുമായിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ താളിൽ ഇങ്ങനെ ആജ്ഞാപിക്കുന്നു, ലെറ്റ് ദി വൺ ഹൂ ഈസ് ഹോളി കണ്ടിന്യൂ ടു ബി ഹോളി. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.